അത്യാധിപൂർവമായ നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷിയായത്. ഭരണപക്ഷ എംപിമാരും പ്രതിപക്ഷ എംപിമാരും തമ്മിൽ കയ്യാങ്കളി നടത്തുകയും അതിൽ ചിലർക്ക് മുറിവ് പറ്റി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി കാര്യങ്ങൾ. ഭരണഘടനയുടെ 75 വർഷങ്ങൾ എന്ന ചർച്ചയെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നടത്തിയ ചില പരാമർശങ്ങളെ ചൊല്ലിയാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് തിരിഞ്ഞത്. സത്യത്തിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ഒരു സമരത്തിന് വേണ്ടി ഒരു സമരം എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. കയ്യിലുള്ള ആവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് BJP വീണ്ടും മൂന്നാമതായും അധികാരത്തിൽ വന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഈ വഴിയിൽ കിടന്ന് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയ്ക്ക് അമിത്ഷായുടെ അംബേദ്കറിനെ കുറിച്ചുള്ള പരാമർശങ്ങളെ ഉപയോഗിക്കുന്നത്. പാർലമെന്റിൽ സംസാരിച്ച അമിത്ഷാ കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ BJP ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുവാൻ സദാസമയവും ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറുടെ പേര് ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ വല്ല ദൈവനാമവും പറഞ്ഞിരുന്നുവെങ്കിൽ വല്ല സ്വർഗത്തിലും എത്തിയേനെ എന്ന ഒരു ഹാസ്യ രൂപേണ പറഞ്ഞ ആ വാക്കുകളാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇങ്ങനെ അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന രീതിയിൽ അത് ഏറ്റെടുത്ത് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അല്ലെങ്കിൽ തന്നെ BJPയുടെ ഈ തുടർച്ചയായ വിജയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഹാലിളകി നിൽക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. രാജ്യത്തെ ഇങ്ങനെ ഒരു അപ്രമാദിത്വത്തിൽ തുടരുന്ന BJP മൂന്നാമത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലും BJP തന്നെ വൻ കുതിച്ചുകയറ്റം നടത്തി വരുന്നതിനാലാണ് നേരത്തെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി തയ്യാറാക്കിയ ഇന്ത്യ മുന്നണിയിൽ ഒരു നേതൃമാറ്റം അനിവാര്യമാണെന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. നേതൃമാറ്റമെന്നാൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ആ നേതൃസ്ഥാനം മാറി അതിനു പകരം ഇന്ത്യ മുന്നണിയിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജി ആ ചുമതലകളിലേക്ക് വരട്ടെ എന്ന് മുന്നണി നേതാക്കളായിട്ടുള്ള NCPയുടെ ശരത് പവാറും RJDയുടെ ലാലു പ്രസാദ് യാദവും അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ചർച്ച ഇങ്ങനെ ഇന്ത്യ മുന്നണിയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് പാർലമെന്റിൽ ഇപ്പോഴത്തെ ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ മുന്നണിയെ നയിച്ചു കൊണ്ടുപോകുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്ന ആക്ഷേപത്തെ മറികടക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഗിമ്മിക്കുകൾ. അതിനായി കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രയോഗിക്കുന്ന ആ പ്രച്ഛന്നമായാണ് പ്രതിപക്ഷ എംപിമാർ ഇന്ന് നീല വസ്ത്രമണിഞ്ഞ് പാർലമെന്റിലേക്ക് എത്തിയത്. എല്ലാവരുടെയും കയ്യിൽ BR അംബേദ്കറുടെ ചിത്രം പതിച്ച പ്ലേക്കാർഡും ഉണ്ടായിരുന്നു. എന്നാൽ അംബേദ്കറെ മുൻനിർത്തി കോൺഗ്രസ് ആരംഭിച്ച ഈ പൊറാട്ട് നാടകത്തെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാനാണ് BJPയും ശ്രമിച്ചത്. അംബേദ്കറെ ഒരു കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല എന്നും നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരയുടെ കാലത്തുമെല്ലാം അംബേദ്കർക്ക് ഭാരതരത്ന അവാർഡ് പോലും നൽകുന്നതിന് പോലും ഇവർ തയ്യാറാകാതിരുന്നവരാണ് എന്നും ആക്ഷേപിച്ച BJP തങ്ങളെന്നും ഡോക്ടർ അംബേദ്കറെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് എന്നും തങ്ങൾ കൂടി പങ്കാളികളായിട്ടുള്ളൊരു സർക്കാരാണ് 1989 അംബേദ്കറിന് ഭാരതരത്ന നൽകിയതെന്നും അമിത്ഷാ വ്യക്തമാക്കുകയുണ്ടായി. സത്യത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി വലിയ ഒരു വിഷയദാരിദ്ര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഏത് വടിയെടുത്താണ് BJPയെ അടിക്കുക എന്ന് അവർ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദാനി വിഷയം കുറേ ദിവസങ്ങളോളം പറഞ്ഞു നോക്കിയിട്ടും അത് ക്ലച്ച് പിടിച്ചിരുന്നില്ല. അതിനിടയിൽ വീണ് കിട്ടിയ അംബേദ്കർ വിഷയം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണമെന്ന ആ ഉദ്ദേശത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പാർലമെന്റ് വളപ്പിലെ സമരം അത് പാർലമെന്റ് മന്ദിരത്തിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ BJPയുടെ അംഗങ്ങൾ അത് തടുക്കുവാൻ ശ്രമിക്കുന്ന സമയത്താണ് അംഗങ്ങൾ തമ്മിലുള്ള ഈ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ വഴുതുമാറിയത്. രാഹുൽ ഗാന്ധിയാണ് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, അതിന് തുടക്കം കുറിച്ചതെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ബോധ്യമാക്കുന്നത്. രാഹുൽ ഗാന്ധി അത്യാവശ്യം ഈ കയ്യാങ്കളിയൊക്കെ പഠിച്ച ഒരാളാണ്. രാഹുലിൻ്റെ ഇത്തരത്തിൽ ആയോധന പ്രകടനങ്ങളും അഭ്യാസമുറകളുമൊക്കെ അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ജനങ്ങൾ കണ്ടിട്ടുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധി ആരോടും പറയാതെ അങ്ങനെ കുറേ ദിവസങ്ങൾ
മാസങ്ങളോളം അപ്രത്യക്ഷമായിരുന്നത് ഇത്തരം മുറകൾ അഭ്യസിക്കുവാൻ വേണ്ടിയായിരുന്നു. ഒരു നേതാവായി മാറുന്നതിനുള്ള അഭ്യാസങ്ങൾ, അത് പ്രസംഗമായാലും അതേപോലെ പെരുമാറ്റമായാലും അതേപോലെ അടിപതറാതെ എന്തു വന്നാലും നേരിടണമെന്ന രീതിയിൽ ആ പക്വത അതെല്ലാം സ്വായത്തമാക്കിയത് രാഹുലിൻ്റെ ഈ ഒളിവ് കാലത്താണത്രേ. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ച മുറകളാണ് ഇന്ന് രാഹുൽ ഗാന്ധി BJP അംഗങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. തന്നെ തടയാൻ വന്നവരെ നേരിടുവാൻ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് വലിച്ചെടുത്ത് ഇങ്ങനെ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഒരു തള്ളലിൽ താഴെ ഒരേ സമയം വീണത് ഒരു 3-4 എംപിമാരാണ്. അതിൽ ഒഡീസയിൽ നിന്നുമുള്ള BJP എംപിയും വന്ധ്യവയോധികനും ഒരു സാത്വികനുമായിട്ടുള്ള പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ മുകളിലേക്കാണ് മറ്റെല്ലാ എംപിമാരും കൂടി വന്നു വീണത്. അദ്ദേഹത്തിന്റെ ഇടത് കണ്ണിന് സമീപത്തായി വലിയൊരു മുറിവ് ആ സമയത്ത് സംഭവിക്കുകയും രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. സാരംഗിയെ ഇപ്പോൾ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുഖത്ത് മുറിവേറ്റ സാരംഗിയെ ഇങ്ങനെ മറ്റുള്ളവർ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇദ്ദേഹമാണ് ഇത് ചെയ്തതെന്ന് പറയുകയും ആ വീഡിയോ ഇവിടെ പ്രചരിക്കുകയുമുണ്ടായി. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാവണം BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിയെ ആശുപത്രിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും ഭരണപക്ഷ എംപിമാർ ബഹളം വെച്ച് രാഹുലിനെ അവിടെ നിന്നും ഓടിച്ചു വിടുകയായിരുന്നു. സത്യത്തിൽ പാർലമെന്റ് വളപ്പിൽ നടന്ന ഈ കയ്യാങ്കളിയുടെ ഗൗരവം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു MPയെ പാർലമെന്റ് വളപ്പിൽ വെച്ച് അതും ശാരീരികമായി ആക്രമിക്കുക എന്നത് അതൊരു വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. പാർലമെന്റ് ആക്രമിക്കുവാൻ വന്ന അഫ്സൽ ഗുരുവിനെതിരെയുള്ള കുറ്റങ്ങളൊക്കെ എന്തായിരുന്നു നമുക്കറിയാം. ഇത് രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസെടുക്കുവാൻ പോലും FIR ഇടാൻ സാധിക്കുന്നതും വേണ്ടി വന്നാൽ രാഹുലിൻ്റെ MP സ്ഥാനം പോലും നിഷേധിക്കപ്പെടുവാൻ പോലും സാധ്യതയുള്ളൊരു കേസായി ഇത് മാറാവുന്നതാണ്. പാർലമെന്റിന് അകത്തുണ്ടായിട്ടുള്ള ഈ അനിഷ്ട സംഭവത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് പാർലമെന്ററി മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഡോക്ടർ അംബേദ്കറെ കാട്ടി BJPയെ പ്രതിരോധത്തിലാക്കുവാൻ ശ്രമിച്ച കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും സംഭവിച്ച ഒരു വലിയ തിരിച്ചടിയാണിത്. കേരളം വിട്ടുള്ള മറ്റെല്ലാ മാധ്യമങ്ങൾ എല്ലാവരും ഇപ്പോൾ അമിത്ഷായുടെ അംബേദ്കറെ ആ പരാമർശം വിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ അടിത്തടവുകളെ കുറിച്ചുള്ള വാർത്തകൾക്കാണ് ഇപ്പോൾ മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നതും.